I have no talent, but I am potentially curious. പറയുന്നത് ഞാനല്ല, ഒരു കുഞ്ഞു പയ്യനാണ്. ഏകദേശം ഒരു 10 വയസ്സോളം പ്രായമുള്ള ഈ പയ്യനാണെങ്കിൽ സ്കൂളിൽ പോകാൻ മടിയാണ്. ഈ മടിക്ക് കാരണം ഒന്നേ ഉള്ളൂ, തൻ്റെ കൂട്ടുകാരുടെ പരിഹാസം. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർമാരായാലും കുട്ടികളായാലും ഇവർ ഒരേ കാര്യം പറഞ്ഞ് പരിഹസിക്കും. ഈ ഒരു മന്ന ബുദ്ധിയാണ്. അല്ലെങ്കിൽ സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന പല കഴിവുകളും നിനക്കില്ല. സാധാരണ കുട്ടികൾ പെരുമാറുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ ശൈലിയല്ല ഇവൻ്റെ. അങ്ങനെ എല്ലാ കൂട്ടുകാരിൽ നിന്നും ആകെ ഒറ്റയ്ക്കായി എല്ലാവരിൽ നിന്നും അവഗണിക്കപ്പെട്ട് ഈ ഒരു പയ്യനിങ്ങനെ ഇരിക്കുകയാണ്. ഇവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഇവൻ്റെ ഉള്ളിലേക്ക് ഇവനൊരു കൂട്ടായി കടന്നു വരുന്നത് ഇവൻ്റെ ആകാംക്ഷയാണ്. പലപ്പോഴും പല മഹാന്മാരെയും മഹത്വ സ്ഥലങ്ങളിൽ എത്തിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ആകാംക്ഷ. ഈ ആകാംക്ഷ എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള സാധനമൊന്നുമല്ല. ഒരു കഥ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പയ്യൻ, ഇതുപോലെ ഒരു 10 വയസ്സുള്ള ഒരു പയ്യൻ, ഏകദേശം 10ഓളം സ്കൂളുകളിൽ നിന്ന് ഇവനെ പുറത്താക്കാനായിട്ട് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇവൻ മഹാവികൃതിയാണ്. അങ്ങനെ 10 സ്കൂളുകളിൽ നിന്ന് പുറത്താക്കിയ ഈ പയ്യനോട് സ്വന്തം അമ്മ പറയുകയാണ്, മോനെ ഇനി നീ സ്കൂളുകളിലൊന്നും പോകണ്ട, നിനക്ക് ആവശ്യമുള്ള ബുക്ക് ഞാൻ നിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാം, നീ അത് നോക്കി പഠിച്ചോ. പക്ഷേ ഈ ഒരു കുട്ടി സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെ തളരാനായിട്ട് അല്ലെങ്കിൽ തോൽക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അവൻ തനിക്ക് മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ പുസ്തകങ്ങളെയും അരിച്ചു പറക്കി വായിച്ച്, അല്ലെങ്കിൽ അത്രയേറെ തൻ്റെ മുമ്പിലുള്ള പുസ്തകങ്ങളോട് ആകാംക്ഷ കാണിച്ച്, അങ്ങനെ ഓരോ കണ്ടുപിടുത്തം നടത്താൻ കുറേ സയൻറ്റിസ്റ്റുകൾ കഷ്ടപ്പെടുമ്പോൾ ലോകത്തിന് മുന്നിൽ 500ഓളം കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിച്ച ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ക്യൂരിയോസിറ്റിയുടെ കിങ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു വ്യക്തി, സ്നേഹം നിറഞ്ഞവരെ, പഠനം ആരംഭിക്കുന്നത് ശരിക്കും ക്യൂരിയോസിറ്റി തുടങ്ങുമ്പോഴാണ്. ശരിക്കും ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരിയേറെ മഹത്വമായ കണ്ടുപിടുത്തങ്ങൾ തന്നെ നടക്കുന്നത്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. നോക്കിയ എന്ന് പറയുന്ന കമ്പനിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകമായിട്ട് ഞാനിങ്ങനെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം നോക്കിയ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യം വരില്ല. കാരണം അത്രയേറെ ഫെമിലിയർ ആണ് നമുക്ക് നോക്കിയ എന്ന് പറയുന്ന കമ്പനി. പക്ഷേ എന്തുകൊണ്ടാണ് നോക്കിയ എന്ന് പറയുന്ന കമ്പനി ഔട്ട്ഡേറ്റഡ് ആയി പോയത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ, സാങ്കേതിക വിദ്യ വളരുന്നതിനോടൊപ്പം നോക്കിയ കമ്പനിക്ക് വളരാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. സ്നേഹം നിറഞ്ഞവരെ, ഒരു അറിവിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും പുതിയ ടെക്നോളജികൾ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ തീർച്ചയായും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയതായിട്ടുള്ള പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ പുതിയതായ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഫീൽഡിൽ സക്സസ് ആവുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ TinkerHub MES കോളേജ് മാറമ്പള്ളിയുടെ TinkerHub എന്ന് പറയുന്ന സംഘടന ഇത്തരം കുട്ടികളെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഇത്തരം ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ലേൺ ഫ്രം PHP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ള കോഴ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ഘടന തന്നെ വളരെ വ്യത്യസ്തമാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഊന്നി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മാറി അങ്ങനെ പോകുന്ന ഒരു സിസ്റ്റത്തിന് പകരം ഞങ്ങൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ആവശ്യമുള്ള രീതിയിൽ പകുതിയായിട്ട് പഠിപ്പിച്ചാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യം തന്നെ PHPയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. PHPയുടെ ബേസിക്സ്, അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ ഞങ്ങൾ തുടങ്ങുന്നു. എന്നിട്ട് അതിന് പകുതി എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ബേസിക്സ് പഠിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ MySQL അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിലേക്ക് മാറുന്നു. അവിടെ നിന്ന് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിൽ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഈ PHPയുടെ ഈ ഒരു ക്വറി ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം പഠിപ്പിക്കുന്നു. അതിനുശേഷം HTML CSസിലേക്ക് കടത്തുന്നു. അങ്ങനെ മറ്റു കോഴ്സുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതുപോലെ തന്നെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി രീതിയിലാണ് TinkerHub മാറമ്പള്ളി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ കോഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഫീൽഡിൽ ഒട്ടും അറിവില്ലാത്ത ആൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ ഞങ്ങൾ ശ്രമിക്കും. തീർച്ചയായും നിങ്ങളെ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അത് തീർച്ചയായും ഞങ്ങൾ നിറവേറ്റുകയും ചെയ്യും. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു ചിലവുമില്ല. കാരണം ഇത് കുട്ടികൾ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അറിവുള്ളവൻ അറിവില്ലാത്തവനെ സഹായിക്കാൻ പോവുകയാണ്. പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ ഞങ്ങളിലേക്ക് ലോഗിൻ ചെയ്തോളൂ. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക്, ആ ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ടച്ചിലേക്ക് വരും. തീർച്ചയായും നിങ്ങളുടെ ഓരോ സംശയങ്ങളും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് വരുന്ന ഓരോ സംശയങ്ങളും അത് ക്ലിയർ ചെയ്ത് തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ വെക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അത് എത്ര മണ്ടത്തരമായിക്കോട്ടെ ഒന്നും വിചാരിക്കേണ്ട, ധൈര്യമായി നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഒട്ടും മടിക്കേണ്ട, ധൈര്യമായി താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുമായി ടച്ചിലേക്ക് വരും. തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഒരു പ്രോ ആക്കി തന്നെ മാറ്റിക്കോളാം. അപ്പോൾ വീണ്ടും ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം.